ബോളാഗോളം ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് സിനിമയ്ക്ക്. ആ ഒരു സിനിമയുടെ സംവിധായകൻ അണിയപ്പുറത്തേക്ക് നമ്മളോട് സ്വാഗതം ചെയ്യാം. സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. ഇപ്പോ ക്യാമറമാനും സംവിധായകനുമാണ് ഈ സിനിമയുടെ ശരിക്കുള്ള താരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ സംവിധായകൻ തുടങ്ങാം. എന്താണ് ബോളാഗോളം? എന്തുകൊണ്ട് ഈ സിനിമ കാണണം? ബോളാഗോളം എന്ന് പറയുന്നത് അതൊരു ചൊല്ലിൽ നിന്നുണ്ടായ പേരാണ്. ഫുട്ബോൾ ഈ ഭൂഗോളത്തിന്റെ ഒപ്പം പിറന്ന കളിയാണെന്ന് പറയും. ബാക്കിയുള്ള കളികളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, പക്ഷെ ഫുട്ബോൾ ഈ ഭൂഗോളത്തിന്റെ ഒപ്പം പിറന്ന കളിയാണെന്ന് പറയും. അതിൽ നിന്നാണ് ബോളാണ് ഗോളം, ബോളാഗോളം എന്ന ഒരു ഒറ്റ വാക്ക് നമ്മൾ കണ്ടെടുക്കുന്നത്. അങ്ങനെ അത് ഈ സിനിമയിൽ അത് അത്രമേൽ ആവശ്യമാണ്. ഈ സിനിമ ഫുട്ബോളിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഫുട്ബോൾ മാത്രമല്ല, അതിനകത്ത് ലൈഫ് വരുന്നുണ്ട്. കാരണം ഒരു മാച്ച് ടൈം എന്ന് പറയുന്നത് മാക്സിമം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടാൽ പോലും 2 മണിക്കൂറുള്ളൂ. ബാക്കി 22 മണിക്കൂറും ജീവിതം തന്നെയാണ്. അപ്പോൾ അത് സിനിമയിലും അത് അങ്ങനെ തന്നെയായിരുന്നു. 2 മണിക്കൂർ കളിക്ക് ഇമ്പോർട്ടന്റ് ഉണ്ട്, സെയിം ടൈം ഇമോഷൻസിനും ഇമ്പോർട്ടന്റ് ഉണ്ട്, ലൈഫിനും ഇമ്പോർട്ടന്റ് ഉണ്ട്. സോ ലൈഫ് പോസിറ്റിവിറ്റി ഇൻ ലൈഫ് ആൻഡ് ഫുട്ബോൾ എന്നുള്ളതാണ് അതിന്റെ ഒരു ടാഗ് ലൈൻ. ഫുട്ബോളും ജീവിതത്തിനും ഇടയിലെ കൊടുക്കൽ വാങ്ങലുകളുടെ കഥയാണ് സിനിമ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ബോളാഗോളം. ഈ സിനിമ എന്തിന് കാണണമെന്ന് ചോദിച്ചാൽ, ഈ സിനിമ നമ്മള് ടിക്കറ്റ് സ്റ്റോക്കൺ എന്നുള്ളതാണ് സിനിമയുടെ മറ്റൊരു ബ്രാൻഡ്. എന്നുവെച്ചാൽ നമ്മൾ എടുക്കുന്ന ഓരോ ടിക്കറ്റും അത് നമ്മുടെ സ്ക്രീനിൽ ഒരു സിനിമ കാണുക എന്നതിനപ്പുറത്ത് റിയൽ ലൈഫിൽ ഒരു ഗ്രൗണ്ട് കൊണ്ടുവരിക എന്നുള്ളത് കൂടി സിനിമകളുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഉദ്ദേശ ലക്ഷ്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയുമായി മുന്നോട്ട് വരുന്നതിന് അതിന്റെ പേരിലാണ്. സംവിധായകന്റെ അടുത്ത സിനിമയാണ്, പക്ഷെ ക്യാമറമാൻ സീനിയർ ക്യാമറമാൻ ആണ്. കുറെ സിനിമകളായില്ലേ? ഇതിന്റെ 10ാമത്തെ സിനിമയാണ്. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ മുമ്പ് പരിചയമുണ്ടോ? ഒരു നാട്ടുകാരാണോ? ആക്ച്വലി എന്റെ നാട്ടുകാരാണ്, എന്റെ സുഹൃത്താണ്. ഞങ്ങൾ തൊട്ട് അടുത്ത വീടുകളാണ്. ഒരു കാര്യം ഞാൻ ഇടപെട്ട് പറയാം. ഈ സിനിമന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമയാണ്. സ്ക്രിപ്റ്റ് ചെയ്ത് ഞാൻ സ്ക്രിപ്റ്റ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്ക് ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്നെ നിരുത്സാഹപ്പെടുത്തിയ ഒരാളാണ്. അത് ഈ സിനിമയില് ഇപ്പൊ ഇവന് ഫസ്റ്റ് പടം, അതിന് മുമ്പ് പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. എനിക്കിതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതില് സിനിമ ഒരു വ്യവസായം ഇപ്പൊ ഗവൺമെന്റ് പോലും പ്രഖ്യാപിച്ചതിക്ക് ഇപ്പൊ റീസെന്റ് ആണ്. അപ്പൊ ഇത് പൈസ ആണല്ലോ എന്തിനും ഒരു മൂലധനം. അത് എന്റെ നാട്ടിൽ ഇവനൊരു സ്ക്രിപ്റ്റ് പറയുമ്പോ എനിക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായില്ല. അതിനകത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഡയറക്റ്റിംഗ് ഞാൻ കാണുന്നത് ഇല്ല. അത് അതിലേക്കാ വരും. പക്ഷെ എനിക്ക് വേറെ കണക്ഷൻ ഉണ്ട്, ഇമോഷണലി കണക്ഷൻ ഉണ്ട്. അതായത് ഞാൻ എന്തൊക്കെ ആകുന്നെങ്കിലും അതിന്റെ ഒരു ആദ്യ കാലത്ത്, എന്റെ തുടക്കത്തില് ഒരു ക്യാമറ ഇതാണ്, ഞാനന്ന് ആക്ടറാണ്. ഒരു ക്യാമറ ഇതാണ്, ഇതിന്റെ ഒരു ഷൂട്ട് ചെയ്ത ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ അതിന്റെ മുന്നിലേക്കാണ് ശ്രമിച്ചിരുന്നത്. അങ്ങനെ ഒരു കൗതുകം തോന്നിയിട്ടാണ് ഈ ക്യാമറയുടെ പാഷൻ ഇവനെ ക്യാമറ ചെയ്തത്. പക്ഷെ അവൻ വേറെ വഴി പോയി. ഞാൻ എന്റെ തലത്തില് ഈ പാഷൻ ഞാൻ മുറിവ് പിടിച്ചു. ക്യാമറയിലൂടെ ഇഷ്ടം തോന്നുന്നു. പണ്ട് എന്റെ ഒപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒരു ആന്റി ക്യാമറ കൊടുക്കുന്നത്, ഇവരെ ആന്റി ക്യാമറ, ആ ആന്റി ക്യാമറ ഇപ്പാണെന്ന് പറഞ്ഞത്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ എനിക്കിതില് റിലേറ്റ് ആകുന്ന കുറെ കാര്യങ്ങൾ. പിന്നെ ഈ സ്ക്രിപ്റ്റിലേക്ക് വരാം, ബോളാഗോളത്തിൽ വരാം. എന്റെ അടുത്ത് ഇത് ഇപ്പം പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ, സ്ക്രിപ്റ്റ് അല്ല ആക്ച്വലി ഇങ്ങനെ പടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവൻ അവിടെ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പറ്റില്ല, എനിക്ക് തിരക്കാണ്, പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇവനതിലേക്ക് കൊണ്ടുവരേണ്ടത് എനിക്ക് ലക്ഷ്യം. ഇവനത് അറിയാൻ പറ്റും. എനിക്ക് പേര്, ഞാൻ സിനിമയെ അങ്ങനെ നോക്കിക്കാണുന്ന ആളാണ്. അത് പ്രശ്നം തന്നെ. പിന്നെ ഇവനും എന്റെ കൂട്ടുകാരൻ കരീം, പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ, ഇവരൊക്കെ എന്നെ നേരിട്ട് വിളിച്ചിട്ടാണ് നമുക്കിത് ചെയ്യേണ്ട സബ്ജക്ട്. അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റ് അയക്കാൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എന്റെ നാട്, എനിക്ക് റിലേറ്റ് ആണ് എന്റെ സബ്ജക്ട്. മീൻസ് ഇതിലൊരു ക്യാരക്ടർ പോലും ഞാനാണ്. വേറെ ആളെ ചെയ്തിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി ആ പടം കാണുമ്പോ കാണുന്നവർക്ക് എത്തും, എന്റെ നാട്ടിലെ ആളുകൾക്ക് എത്തും, പുറത്താളുകൾ അറിയുന്നില്ല. പക്ഷെ ഇമോഷണലി ആ സ്ക്രിപ്റ്റിൽ ഞാനും ഭാഗം. ഈ ഇങ്ങനെ റിയൽ ലൈഫിൽ ഒരു ഗ്രൗണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അതിൽ ഞാൻ അന്ന് ഖജാൻജിക്ക്, ആ ഗ്രൗണ്ടിന്, അത് ആ ക്ലബിന്റെ ഖജാൻജി. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയി ഞാനും ഭാഗം. ഗ്രൗണ്ടിൽ പോയതിനു ശേഷം പിന്നെ ഞാൻ നാട്ടില് അധികം ഇമോഷണലി എനിക്കും കട്ടായിരുന്നു. നാടേ എനിക്ക് അങ്ങനെ ആയി. പിന്നെ കുറെ കാലം ഇപ്പൊ 12 വർഷമായിട്ട് കൊച്ചിയിലാണ്. ഇടയ്ക്ക് പോകും, ഇങ്ങനെ വർക്കില്ലാത്ത സമയത്ത് പോകും, ഇരിക്കും എന്നല്ലാണ്ട് നാട്ടിലോട്ട് ഒരു കണക്ഷൻ വിട്ടുപോയി. അതൊക്കെ ആ കണക്ഷൻ ഉണ്ടാക്കിയതാണ് ആ ഗ്രൗണ്ട്, ആ ക്ലബ്. വീണ്ടും കണക്ഷൻ ആവണം എന്നാണ് എനിക്ക്